ഹായ് ഗായ്സ്, നമ്മളുണ്ടാക്കിയ കൂടട്ടാ. ഇപ്പം എന്താണെങ്കിൽ നായ്ക്കളെ ശല്യമായിട്ട് കുറേ കോഴിക്കളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയ കൂടാണ്. എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ എല്ലാവരും കണ്ടിട്ട് അറിയിക്കുക അല്ലേ. ഇതിലൊക്കെ മറിച്ച് നല്ല കാറ്റാണ്, നല്ല സുഖമാണ് ഇവിടെ. കോഴിക്കളൊക്കെ വളർത്താൻ നല്ല സുഖമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലോറി തുറന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ. അപ്പോൾ അതിങ്ങനെ വെച്ചാൽ അപ്പം ഇനി ഞാൻ കുറച്ച് കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോഴിക്കുട്ടികളെ വിടാൻ വേണ്ടി വരും കേട്ടോ. ഇതാണ് നമ്മളെ കോഴിക്കുട്ടികൾ കേട്ടോ. അപ്പം ഒക്കെ കറുത്ത കുട്ടികളാണ് ഇല്ലേ. അപ്പോൾ തിന്നാട്ടെടുത്തത് അത് ഇല്ലേ. എല്ലാവരും ഓടി വരുന്നുണ്ട്. എല്ലാം കറുത്ത കോഴിക്കുട്ടികളാണ്. ഒരു 14 മുട വെച്ചാണ് അതിൽ വിരിഞ്ഞത് 9 എണ്ണമാണ്. ഒക്കെ കറുത്ത കോഴിക്കുട്ടി. അപ്പം എങ്ങനെയുണ്ട് ഇല്ല. ഞാതിക്ക് വിരിഞ്ഞതിൽ ഒരു 9 എണ്ണം വേറെ ഉണ്ടായിന്. അതിൽ നായ്ക്കൾ കൊണ്ടുപോയിട്ട് ആകഞ്ഞ് ഒന്ന് മാത്രമേ കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ഈ കൂടുണ്ട് വല ഉണ്ടാക്കിയ പുറത്തേക്ക്. അതാ അതിപ്പോൾ ആൾ പുറത്തേക്ക് വരിട്ടാ. ബബ അല്ലേ വരുന്നുണ്ടല്ലേ. ഇതാ 8-9 എണ്ണനൊക്കെ പോയി, ആകെ 9 പോകും. പിന്നെ ഞാൻ മുട വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 4-5 ദിവസം മുട കഴിഞ്ഞാൽ വീര് അതിൽ 2 കോഴികൾ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ രണ്ടാളിപ്പോൾ അതിൽ വന്നിരിക്കട്ടാ. അപ്പോൾ അതിന് വിരിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ഇനി വേറെ പറയാനുള്ളത് ഇതിനൊക്കെ ഇത് ഇതിൻ്റെ കൂടാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഷാഫ്റ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ചില്ലറ പണിയുമ്പോഴുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തുള്ളൊരു കരിങ്കോഴി കേട്ടോ. എന്നെ കാണിച്ചു തരാം. ഏടാ ബബ അല്ലേ, അത് നമ്മളെ കരിങ്കോഴിട്ടാണ്. അപ്പോൾ വയസ്സെല്ലാവരും കാണുക, കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റൊക്കെ ചെയ്യാം. നമ്മളെ സൗഹൃദങ്ങളെല്ലാവരും